ബൈബിളിനെ ആഴത്തിലറിയാൻ ശ്രമിച്ചവരെ അനുമോദിക്കാനായി ഏപ്രിൽ 25-ന് പാലക്കാട് അതിരൂപത ബിബ്ലിയ മെഗാ ഗെറ്റ് സംഘടിപ്പിക്കും. വിവിധ പ്രായത്തിലുള്ള 2800ഓളം പേരാണ് പാലക്കാട് രൂപതയ്ക്ക് കീഴിൽ ബൈബിൾ പകർത്തിയെഴുത്ത് നടത്തിയത്. ഇതിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട 550 പേർ മഹാസംഗമത്തിൽ പങ്കെടുക്കും. ബൈബിളിന്റെ അന്തസത്ത ഉൾക്കൊള്ളാതെ ക്രിസ്തുമത വിശ്വാസികൾ മുന്നോട്ട് പോകാനാവില്ലെന്നും മെഗാ ഗെറ്റ് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 25 വർഷമായിട്ട് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു ക്വിസ് കോമ്പറ്റീഷനാണ് ഈ ലോഗോസ് ക്വിസ് എന്ന് പറയുന്നത്. ഏകദേശം 8 to 10 ലക്ഷം പേരാണ് ഈ കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്നത്. അത് 25 വർഷമായി ഈ കോമ്പറ്റീഷൻ നടക്കുവാൻ തുടങ്ങിയിട്ട് ഈ വർഷം അതിൻ്റെ ജൂബിലി ഇയറാണ്. അതുകൊണ്ട് തന്നെ പാലക്കാട് രൂപത ചെറിയ കുറച്ച് ക്രിസ്ത്യൻസ് ഉള്ള ഒരു രൂപതയാണ് പാലക്കാട്. പക്ഷേ ഏത് മത്സരത്തിനും പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ പാലക്കാട് രൂപത അതിൻ്റെ തനിമയോടുകൂടെ തിരിച്ചു വരുന്നവരാണ് എന്ന് പറയാൻ ഈ ബൈബിൾ റൈറ്റിങ്സ് ഒരു ഉദാഹരണം പറയാം. കഴിഞ്ഞ വർഷമാണ് ആദ്യമായിട്ട് ബൈബിൾ റൈറ്റിങ്സ് തുടങ്ങിയത്. ഏകദേശം 35 രൂപതയിലുള്ളവർ അതിൽ പങ്കെടുത്തു. എന്നാൽ 20% അതിൻ്റെ ഫസ്റ്റ് പ്രൈസുകളെല്ലാം വാങ്ങിക്കൂട്ടിയത് പാലക്കാട് രൂപതയാണ്. ഈ മെഗാ ക്വിസ് അല്ലെങ്കിൽ ലോഗോസിന് മത്സരങ്ങൾ വരുമ്പോഴും നമ്മൾ എപ്പോഴും ഫൈനൽ റൗണ്ടിൽ എത്തുന്ന ഒരു ഇടമാണ് പാലക്കാട് രൂപത. ക്രിസ്തുമത വിശ്വാസികളുടെ പ്രണയ കാവ്യമാണ് ബൈബിൾ. വചനം എഴുതുന്നതിലൂടെയും വായിക്കുന്നതിലൂടെയും ദൈവവുമായുള്ള ബന്ധം ആഴത്തിലാവും. ലോകത്തിലെ ഏറ്റവും വലിയ ക്വിസായ ലോഗോസിന്റെ രജത ജൂബിലിയോടനുബന്ധിച്ച് 2024, 25, 25, 26 വർഷങ്ങളിലാണ് ബൈബിൾ പകർത്തി എഴുത്ത് നടത്തിയതെന്നും ഭാരവാഹികൾ പറഞ്ഞു. വികാരി ജനറൽ ജിജോ ചാലക്കൽ, ഫാദർ ജെയിംസ് ചക്കിയത്ത് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. UTV ന്യൂസ്, പാലക്കാട്.